മെസ്സിയുടെ ചങ്കായിട്ടുള്ള നെയ്മർ ഈ വേൾഡ് കപ്പ് കളിക്കണം എന്നുള്ളത് തന്നെയാണ് മെസ്സിയുടെ ആഗ്രഹം. അതുപോലെ തന്നെ ആയിരിക്കും ഓരോ മെസ്സി ആരാധകർക്കും എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. യെസ്, ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നെയ്മറിന് ഈ വരുന്ന 3 ആഴ്ചകൾ കളിക്കാൻ സാധിക്കില്ല, കാഫ് ഇഞ്ചുറി ആണ് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. സോ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കാര്യപരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഒന്ന് കൂടി സപ്പോർട്ട് ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ നമ്മളെല്ലാവരും കണ്ട് ആസ്വദിച്ചൊരു കാര്യമാണ് നെയ്മർ തിരിച്ച് ബ്രസീലിന്റെ സ്ക്വാഡുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അതിൻ്റെ ഇടയിലുള്ള ചില വീഡിയോസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. പുള്ളി അറൈവ് ചെയ്ത വീഡിയോ, സ്ക്വാഡിനെ മീറ്റ് ചെയ്യുന്ന വീഡിയോ, ഇതെല്ലാം വന്നു. അപ്പോൾ ഓരോ അർജന്റീന ആരാധകരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നൊരു കാര്യം. സംഭവം ടു ബി ഓണസ്റ്റ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ബ്രസീലും അർജന്റീന എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഒരു ഫാൻ ഫൈറ്റ് എപ്പോഴും ഉണ്ടാവും. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്നത് പോലെ തന്നെ ഓരോ അർജന്റീന ഫാനിനോടും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രസീലിലെ ഒരു പ്ലെയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെയ്മർ തന്നെയായിരിക്കും. ഈ വേൾഡ് കപ്പിൽ നിങ്ങൾക്ക് ആര് ബ്രസീലിന്റെ കുപ്പായത്തിൽ കളിച്ചു കാണണം എന്ന് ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും ഇല്ലാതെ അർജന്റീന ഫാൻസ് പറയാൻ പോകുന്ന ഒരൊറ്റ പേരെന്ന് പറയുന്നത് നെയ്മറിന് തന്നെ ആയിരിക്കും. ആ പുള്ളിക്കാരൻ ഈ പറയുന്നത് പോലെ തന്നെ ജസ്റ്റ് ജോയിൻ ചെയ്ത് ഇതിന്റെ ഇടയിൽ തന്നെ ഇത്രയും ഇഞ്ചുറി വരുന്നു, 3 ആഴ്ചത്തോളം, അതായത് ഗ്രൂപ്പ് സ്റ്റേജുകളൊക്കെ നഷ്ടമാവാനുള്ള സാധ്യതകളൊക്കെയാണ് പറയുന്നത്. റിപ്പോർട്ടുകളെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അതിനകത്തുള്ള മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത് എവിടെയാണ് ബ്രസീൽ ഫാൻസിന് ഒരു തലവേദനയാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല AI അല്ലെങ്കിൽ മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രസീലിനെ കൊണ്ട് 2026 ഗ്രൂപ്പ് സ്റ്റേജ് പോലും കടക്കാൻ സാധിക്കില്ല എന്നുള്ള പ്രഡിക്ഷൻസ് ഒക്കെ വരുന്ന സമയത്താണ് ഈ പറയുന്നത് പോലെ തന്നെ നെയ്മറിന് ഈ ഇഞ്ചുറി സംഭവം കുറച്ചും കൂടെ ടെൻഷനിലേക്ക് അവരെ വിടുമെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലൊക്കെ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും സംഭവം ഒരിച്ചിരി ബ്രസീൽ ഫാൻസിനും ഓരോ നെയ്മർ ഫാൻസിനും ഒരിച്ചിരി വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം എന്തൊക്കെയായിരിക്കും 2026 വേൾഡ് കപ്പിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത്. നെയ്മർ കളിക്കുമോ, എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതെല്ലാം ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.